സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. കേട്ടോ, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതാണ് അള്ളാഹിന്റെ റസൂല് സുബഹിക്ക് ശേഷം, നിസ്കാര ശേഷം പറഞ്ഞ 3 തവണ പറഞ്ഞ 4 വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന ദിക്ർ. ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ, ഇതേ ദിക്ർ തന്നെ വ്യത്യസ്ത രീതിയിൽ ചൊല്ലിയതായിട്ട് നമുക്കിന് ശേഷം നമുക്ക് വായിക്കാനുമുണ്ട്. അതിന്റെ മുമ്പായി ഇതിലെന്താണ് പറഞ്ഞത്? ഇത് കേൾക്കുന്ന ധാരാളം ആളുകൾ ഇത് നിത്യജീവിതത്തിൽ ചൊല്ലുന്നവരുണ്ടാകും. അൽഹംദുലില്ലാഹ്. ഒരു പക്ഷേ ആദ്യമായി കേൾക്കുന്ന ശ്രോതാക്കളും ഉണ്ടായേക്കാം. എന്തായാലും ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. ഇതറിഞ്ഞിട്ടില്ലാത്തവർ, പഠിച്ചവർ തന്നെയും ഇതിന്റെ അർത്ഥമോ ആശയമോ ഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഒരു വേള, അല്ലെങ്കിൽ ഇതിന്റെ മഹത്വം ഒരു വേള ഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അവരും അതിന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും ഒക്കെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടത് ചൊല്ലാൻ ശ്രമിക്കുക. ഇത് തീരെ കേട്ടിട്ടില്ല, ആദ്യമായി കേൾക്കുകയാണെന്നുള്ളവർ, അവരും ആദ്യമായി കേൾക്കുന്നത് ആ രൂപത്തിൽ തന്നെ അവരും അത് കേട്ട് പഠിച്ച് വളരെ ദാഹാർത്ഥമായ മനസ്സോടുകൂടി ഇത് പഠിക്കണം എന്ന ആർത്തിയോടുകൂടി അവരും അത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരിക. നമുക്ക് പ്രഭാതത്തിൽ ചൊല്ലുവാനുള്ള ദിക്റുകളിൽ, നമ്മുടെ സുബഹി നമസ്കാരത്തിന്റെ ശേഷം നമുക്ക് നിർവഹിക്കുവാനുള്ള ദിക്റുകളിൽ പരമപ്രധാനമായ ഒരു ദിക്റാണിത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ഈ ദിക്ർ, അതിന്റെ പ്രാധാന്യം അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഉമ്മയായ ജുബൈരിയ റളിയല്ലാഹു തആല അൻഹ നിസ്കാര ശേഷം അവർ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ആ നിലക്ക് അവരുടേതായ ദിക്റുകളിലും പ്രാർത്ഥനയിലും അങ്ങനെ അവർ കഴിച്ചുകൂട്ടി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി മടങ്ങി വന്ന് നോക്കുമ്പോൾ അവർ അങ്ങനെ തന്നെ ഇരിക്കാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഇതേ ഇരുത്തം തന്നെയാണോ? അതേന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എങ്കിൽ നീയുമായിട്ട് പിരിഞ്ഞതിന്റെ ശേഷം ഞാൻ 4 വാചകങ്ങൾ 3 തവണ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മഹത്വം നീ ഇതുവരെ ചൊല്ലിയ ദിക്റുകളൊക്കെ കൂടി തൂക്കിയാലും അവിടേക്ക് എത്തൂല. അപ്പൊ അതിനേക്കാണൊക്കെ മഹത്വമാണ് ഇതിനുള്ളത്. അതിന് മഹത്വം പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുഖമായിട്ട് അക്കാര്യം പറയാം. ഇനി നമുക്കറിയാവുന്നതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇതാണ് ഇപ്പോൾ ആ പ്രാർത്ഥനയുടെ തുടക്കം. പിന്നെ അതിനോട് ചേർത്തുകൊണ്ട് പറയുന്ന 4 കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി നമുക്ക് ധാരാളം കേട്ടു പരിചയമുണ്ട്. എന്താണ് അതിന്റെ ആശയം? നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധൻ. ധാരാളം തവണ നമ്മൾ കേട്ടതാണ്. അല്ലാഹു മഹാപരിശുദ്ധൻ. അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. അല്ലാഹുവിന് നിരക്കാത്ത, അവന് യോജിക്കാത്ത, അവനെപ്പറ്റി പറയാൻ പാടില്ലാത്ത, എഴുതാൻ പാടില്ലാത്ത, വിശ്വസിക്കാൻ പാടില്ലാത്ത പലതും ഇവിടെ ലോകത്ത് ധാരാളം ആളുകൾ പറയുകയും എഴുതുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അല്ലാഹു വിശുദ്ധനാണ്. ആ രൂപത്തിലുള്ള ഒരു പോരായ്മയും എൻ്റെ റബ്ബിനില്ല. അവനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു ആണല്ലോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വബിഹംദിഹി എന്നും കൂടെ ചേർക്കുമ്പോഴോ അവനെ സ്തുതിക്കുന്നതോടൊപ്പം. റബ്ബിനെ നമ്മൾ മനസ്സറിഞ്ഞ് ബഹുമാനത്തോടെ, വിനയത്തോടെ, സ്നേഹത്തോടെ, തൃപ്തിയോടെ നമ്മൾ അവനെ പ്രശംസിക്കുകയാണ്. നമ്മുടെ അൽഹംദുലില്ലകൾ, ഹംദ് അതാണ്, സ്തുതി അതാണ്. റബ്ബിനോടുള്ള ഇഷ്ടം കൊണ്ട്, ഇഷ്ടമല്ലാതെ നമ്മൾ റബ്ബിനെ സ്തുതിക്കല്ല, ഇഷ്ടം കൊണ്ട്, ആ ഇഷ്ടത്തോടെ ബഹുമാനത്തോടെ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആശയമാണ് അൽഹംദുലില്ലാ. അപ്പൊ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു അവനെ സ്തുതിക്കുന്നതോടുകൂടി. ഇതാണല്ലോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത് മാത്രമായിട്ടൊരു ദിക്ർ തന്നെ നമുക്ക് ഒരു ദിവസം 100 തവണയും അതുപോലെ തന്നെ രാത്രിയും 100 തവണയും ഒക്കെ നമുക്ക് പറയാം. അതിൻ്റെയൊക്കെ മഹത്വം നമ്മൾ പഠിച്ചതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാത്രം. ഇതല്ല, ഇതതിൻ്റെ പുറമെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഇനി എത്രയാണ് അതിൻ്റെ എണ്ണം പറയണത്? അറ്റമില്ലാത്ത കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ. നമുക്ക് നിർണയിക്കാൻ, മനുഷ്യ ബുദ്ധിക്ക് നിർണയിക്കാനാവാത്തത്ര അള്ളാഹുവിനെ സ്തുതിക്കും, അവനെ തസ്ബീഹിനും അവൻ അർഹനാണ്. എത്രത്തോളം സുബ്ഹാനല്ലാഹി വബിഹംദിഹി, എത്രത്തോളം അദദ ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം നമുക്കാർക്കെങ്കിലും കണക്കാക്കാൻ പറ്റും?
അള്ളാഹുവിന് എത്ര സൃഷ്ടികളുണ്ട് ലോകത്ത്? ആർക്കാ കണക്കാക്കാൻ പറ്റുക? അതിൻ്റെ എണ്ണം, അതിൻ്റെ അളവൊക്കെ ആർക്കെങ്കിലും കണക്കാക്കാൻ പറ്റുമോ? ഒരാൾക്കും കണക്കാക്കാൻ പറ്റൂല. അപ്പൊ ആ എണ്ണമറ്റ തസ്ബീഹുകൾ അതിനർഹനാണ് ആര്? അള്ളാഹു. എണ്ണമറ്റ തസ്ബീഹുകൾ ഞാൻ അവന് സമർപ്പിക്കുകയാണ്. അതിന്റെ എണ്ണവും കണക്കൊന്നുമില്ല, എത്രയെന്നൊന്നുമില്ല. എത്രത്തോളം തസ്ബീഹിന് അള്ളാഹു അർഹനാണോ അത്രത്തോളം. ഞാൻ അതിലപ്പുറം ഒരു എണ്ണ ഇനി പറയലല്ലോ. ഇവിടെ അള്ളാഹു ഒഴികെ ബാക്കി എല്ലാം മഖ്ലൂക്കുകളാണ്, ഖൽഖാണ്. റബ്ബ് മാത്രമാണ് ഖാലിഖ്. ആ ഖാലിഖിനെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു, അവനെ സ്തുതിക്കുന്നതോടൊപ്പം എത്രത്തോളം അദദ ഖൽഖിഹി, അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം കണക്കില്ല. സൃഷ്ടികളുടെ എണ്ണം കണക്കാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റണമല്ല, അറ്റമില്ലാത്തതാണ്. അപ്പൊ അദദ ഖൽഖിഹി, കരയിലും കടലിലുമായിട്ട് എത്ര സൃഷ്ടികളുണ്ട്, അതിന്റെ എണ്ണം ആർക്കറിയാം? അത്രയും അധികം അവനെ ഞാൻ വിശുദ്ധപ്പെടുത്തുന്നു, അവനെ സ്തുതിക്കുന്നതോടുകൂടി. അതാണ് അദദ ഖൽഖിഹി. ഇനി അടുത്ത വാചകം എന്താണ്? വ റിദാ നഫ്സിഹി, അവന്റെ മനസ്സിന്റെ തൃപ്തിയുടെ അളവോളം. റബ്ബിന്റെ തൃപ്തി, റിദാ, അള്ളാഹിന്റെ തൃപ്തി. വ റിദാ നഫ്സിഹി, ആ അള്ളാഹുവിന്റെ നഫ്സിന്റെ, അവന്റെ നഫ്സിന്റെ തൃപ്തിയോളം. എന്ന് പറഞ്ഞാൽ റബ്ബ് ഒരാളെ തൃപ്തിപ്പെടുന്നതിന് എത്രയാണ് കണക്ക്? അള്ളാഹിന്റെ റിള, റബ്ബിന്റെ റിളവാൻ, റിളവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിങ്കൽ നിന്നുള്ള റിളവാൻ, അള്ളാഹുടെ സംതൃപ്തിയാണ് ഏറ്റവും വലുതെന്ന് അള്ളാഹു തആല പറയുന്നുണ്ടല്ലോ. എന്തിനേക്കാളും മേലെ അതാണ്. റബ്ബ് നമ്മളെ തൃപ്തിപ്പെടലാണ് നമ്മുടെ ആഗ്രഹം. ഒരാളെ കുറിച്ച് അള്ളാഹ് തൃപ്തിപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതിന്റെ അളവ് എത്രയാണ്? എത്രയാണ് ഈ അള്ളാഹിന്റെ റിള, റബ്ബിന്റെ റിളവാൻ, അള്ളാഹുവിന്റെ തൃപ്തി? അതിന്റെ അറ്റം കണക്കാക്കാൻ ഒരു മഖ്ലൂക്കിനെ കൊണ്ടും കഴിയൂല. അത്രയും, ആ റിളയോളം, അപ്പൊ അതിന് കണക്കില്ല, ആ റിളയോളം അവനെ ഞാൻ എന്ത് ചെയ്യാണ്? സ്തുതിച്ച് അവനെ വിശുദ്ധപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി. ഇനി മൂന്നാമത്തെ വാചകം എന്താണ്? വസിനത അർശിഹി. സിനത്ത് എന്ന് പറഞ്ഞാൽ തൂക്കം, ഭാരം, തൂക്കം എന്നർത്ഥം. സിനത്ത് വ സിനത അർശിഹി, അവന്റെ സിംഹാസനത്തിന്റെ, അവന്റെ അർശിന്റെ തൂക്കത്തോളം. ആർക്കാ കണക്കാക്കാൻ പറ്റുക? ഈ ലോകത്ത്, പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ അത്ര ഭാരമുള്ള വേറൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഭാരമുള്ള സൃഷ്ടി അള്ളാഹുവിന്റെ അർശാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതിലപ്പുറം ഒരു ഭാരം വേറെ ഒന്നിനും ഇല്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, അതിന് കണക്കുണ്ടോ? അതിന് അറ്റമുണ്ടോ? അതിനേതെങ്കിലും നിലക്കുള്ള പരിധിയുണ്ടോ? ഒരു പരിധിയുമില്ല സഹോദരങ്ങളെ. അപ്പോ ആ മൂന്നാമത്തെ കാര്യത്തിലും അള്ളാഹുവിന് അർശുണ്ട്, ആ അർശിൽ അവൻ ഉപവിഷ്ടനാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. അള്ളാഹു ഇങ്ങനെ നമ്മൾ ഇരിക്കും പോലെ കസേരയിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ സിംഹാസനത്തിൽ രാജാവ് ഇരിക്കും പോലെ ഇരിക്കുന്നു എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. അള്ളാഹു എങ്ങനെയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ അർശിന്മേലുള്ള ഇസ്തിവാ അഥവാ ഉപവിഷ്ടനാകൽ എങ്ങനെയാണ് നമുക്കറിഞ്ഞൂടാ. റബ്ബിന് യോജിക്കുന്ന നിലക്കുള്ള ഒരു ഇസ്തിവാ, അർശിൽ അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. അതേതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെയല്ല. എന്നാൽ അത് സൃഷ്ടികളെ പോലെ ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സൃഷ്ടികൾക്ക് മാത്രം പറയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് അങ്ങനെ ഒരു സിഫത്ത് പറയാൻ പാടില്ല എന്നുമില്ല. അഥവാ അങ്ങനെ അർശിന്മേൽ ഉപവിഷ്ടനായിരുന്നു ഞങ്ങൾ വിശ്വസിക്കണില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അർശ് ആ നിലക്കുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ഈ വിധത്തിൽ പ്രയോഗിച്ചുകൂടാ എന്നോ ഒന്നും ഇല്ല. ഒന്നിനോടും നമ്മൾ സാദൃശ്യപ്പെടുത്തൂല. അള്ളാഹു അവനെക്കുറിച്ച് എന്ത് പറഞ്ഞോ അപ്രകാരം നമ്മൾ വിശ്വസിക്കണം. പോകട്ടെ, അത് അതിൻ്റെ മറ്റൊരു ചർച്ചയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾ സൃഷ്ടികളിൽ ഏറ്റവും മസ്കലായ വസ്തുവാണ്, ഭാരമുള്ള വസ്തുവാണ് എന്ത്? അർശ്. അള്ളാഹിന്റെ അർശ് എന്ന് പറഞ്ഞാൽ ആ അർശിന്റെ ഭാരത്തോളം, അതിന് കണക്കൊന്നുമില്ല, അത് കണക്കാക്കാൻ നമുക്ക് കഴിയൂല. അത്രത്തോളം ഞാൻ അവൻ എന്ത് ചെയ്യുന്നു? സ്തുതിക്കുകയും പുകഴ്ത്തുകയും വിശുദ്ധപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യും. അത്രയും വിശാലമായ നിലക്ക് റബ്ബിനെ സ്തുതിക്കും. അതുപോലെ തന്നെ തസ്ബീഹിനും പ്രകീർത്തനത്തിനൊക്കെ അവൻ ആരാണ്? അവൻ യോഗ്യനാണ് എന്ന് മാത്രമല്ല, അവൻ മാത്രമാണ് അതിന് അവകാശപ്പെട്ട, അർഹതപ്പെട്ടവൻ. ഇതൊക്കെ ഈ ആശയത്തിലുണ്ട്. പോണോ സീനത്ത അർശിഹി. മാത്രമല്ല നാലാമത്തെ വാചകം എന്താണ്? വമിദാദ കലിമാതിഹി. അത് ഈ പറഞ്ഞത് എല്ലാം കൂടി ഉൾക്കൊള്ളണം. വമിദാദ കലിമാതിഹി, അള്ളാഹുവിന്റെ കലിമാത്തുകളുടെ മഷിയോളം. മിദാദ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന മഷിയാണ്.
എത്രയാണ് റബ്ബിന്റെ കലിമാത്തുകൾ എഴുതാൻ എത്ര മഷി ഉപയോഗപ്പെടുത്തിയാലാണ്? കണക്കില്ല. അള്ളാഹുവിന്റെ കലിമാത്തുകൾ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും അതിനെ എഴുതാനും ഒരാൾ തയ്യാറായാൽ മഷി തീർന്നു പോവുക എന്നുള്ളതല്ലാതെ അള്ളാഹുവിന്റെ കലിമാത്തുകൾ അവസാനിക്കുകയില്ല എന്നാണല്ലോ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ കഹ്ഫിന്റെ 109-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. ഖുൽ നബിയെ പറയൂ, ലൗ കാനൽ ബഹ്റു സമുദ്രമായാലും, കടല് എന്തായാൽ, മിദാദൻ മഷി, സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയായി. എന്തിന്? ലി കലിമാത്തി റബ്ബി, എന്റെ റബ്ബിന്റെ കലിമത്തുകൾ എഴുതാനുള്ള മഷിയായി സമുദ്രത്തിലെ വെള്ളം മുഴുവനായാലും ലനഫിദൽ ബഹ്റു, സമുദ്രം അങ്ങ് വറ്റി തീർന്നു പോകും. ഖബല അൻ തൻഫദ കലിമാതു റബ്ബി, എന്റെ റബ്ബിന്റെ കലിമാത്തുകൾ തീരുന്നതിന്റെ മുമ്പ് മഷി അങ്ങ് തീർന്നു പോകും. സമുദ്രത്തിലെ വെള്ളം അങ്ങ് വറ്റാന്നല്ലാതെ റബ്ബിന്റെ കലിമാത്തുകൾ അവസാനിക്കൂല. വലൗ ജിനാ, നാം കൊണ്ടുവന്നാലും ശരി, ബിമിസ്ലിഹി മദദ, തുല്യമായ എത്ര, അതിനോട് പിന്നെ എത്ര ചേർത്ത് മഷികൾ കൊണ്ടുവന്നാലും സമുദ്രത്തെ ചേർത്താലും ഒന്നും അത് തീരൂല. ഇതേ ആശയം ഒന്നുകൂടെ വ്യക്തമായി സൂറത്തുൽ ലുഖ്മാനിലെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, അവിടെ കുറച്ചും കൂടെ അതിന്റെ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞില്ലേ. അവിടെ എന്താ പറഞ്ഞത്? വലൗ അന്നമാ ഫിൽ അർദി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാതുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. വലൗ അന്നമാ ഫിൽ അർദി മിൻ ശജറത്തിൻ അഖ്ലാമുൻ, ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ കാണുന്ന എല്ലാ മരങ്ങളും പേനകളായാൽ, എല്ലാ മരങ്ങളും, ഇവിടെയുള്ള എല്ലാ മരങ്ങളും കൂടെ എന്താക്കുക? പേനകളാക്കി മാറ്റുക. എന്നിട്ട് വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ, ഒരു സമുദ്രത്തിലെ അല്ല, അത്ര തന്നെ ഒരു 7 സമുദ്രങ്ങൾ അതിനോട് ചേർത്തുകൊണ്ട് അവയൊക്കെ കൂടി ഒരു മഷിയാക്കി മാറ്റിയാലും, വെള്ള സമുദ്രങ്ങളോടൊക്കെ കൂടി ചേർത്ത് അത്ര തന്നെ ഭൂമിയിലുള്ള സമുദ്രം, അതിനോട് ഒരു 7 ഇരട്ടി സമുദ്രം, ഒരു 7 സമുദ്രം മഷിയാക്കി മാറ്റിയാലും മാനഫിദത്ത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ കലിമാത്തുകൾ അവസാനിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയൂല. അത് ലോകത്തുള്ള എല്ലാ ചെടികളും മരങ്ങളും കലം പേനകളായി മാറിയാലും സമുദ്രത്തിലെ ഒരു 7 സമുദ്രം, ഇവിടെയുള്ള നിലവിലുള്ള സമുദ്രത്തിനോട് അപേക്ഷ 7 സമുദ്രം സങ്കല്പിച്ച് ഇതെല്ലാം കൂടെ മഷിയാക്കി മാറ്റി ഇടാൻ ഒരാൾ മെനക്കെട്ടാലും അത് തീരൂല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കലിമാത്തുകളുടെ വിപുലതയും വിശാലതയും എത്രയാണ്, കണക്കാക്കാൻ പറ്റുമോ? അപ്പൊ അതും കണക്കാക്കാൻ കഴിയാത്തതാണ്. അതും കണക്കാക്കാനോ പറഞ്ഞാലോ എഴുതിയാലോ ഒന്നും തീരാത്തതാണ്. അത്രത്തോളം അവൻ വിശുദ്ധിക്കും പ്രകീർത്തനത്തിനും സ്തുതിക്കുമൊക്കെ അർഹനാണ്. എല്ലാ അർത്ഥത്തിലും അതൊക്കെ ആ നിലക്കൊക്കെ സ്തുതിക്കാൻ ഞാൻ സന്നദ്ധനാണ്. നമ്മുടെ ആ വിനീതമായ ഭാവം, നമ്മുടെ ആ ബഹുമാനം, നമ്മുടെ ആ ഭക്തി, നമ്മുടെ ആ ഇഷ്ടം, ആ സ്നേഹം, അതാണ് ഈ ദിക്റിലൂടെ പ്രകടമാകുന്നത്. നമ്മളൊരു പക്ഷേ ഈ ദിക്റൊക്കെ പറയുന്നുണ്ടോ, പക്ഷേ ഇത്രത്തോളം അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത്ര വലിയ ആശയത്തിനുള്ളതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ അതിന്റെ മഹത്വം ആമുഖം പറഞ്ഞു കൊടുത്തത്. എന്താണ്? നീ ഇന്നു മുതൽ ഇതുവരെ ചൊല്ലിയതായിട്ടുള്ള എത്ര ദിക്റുണ്ടാവും അതിനേക്കാൾ എല്ലാം മറികടക്കുന്ന ഒരു 4 വാചകങ്ങളാണ്. ഞാനത് 3 വട്ടം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവർക്കും അറിയാം, ഓർത്തു വെക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഈ പറഞ്ഞ 4 കാര്യങ്ങൾക്കും അറ്റമില്ല, പരിധിയില്ല, എണ്ണമില്ല, വണ്ണമില്ല, ആഴം മനസ്സിലാക്കാൻ കഴിയില്ല, പരപ്പ് മനസ്സിലാക്കാൻ കഴിയൂല, വിശാലത മനസ്സിലാക്കാൻ കഴിയൂല. അത്രത്തോളമാണ്. അതിനൊക്കെ അള്ളാഹു മാത്രമാണ് അർഹൻ. അത്രത്തോളം മഹത്വപ്പെടുത്താനും പുകഴ്ത്താനും പ്രകീർത്തിക്കാനും വിശുദ്ധപ്പെടുത്താനും സ്തുതിക്കാനും ഒക്കെ അർഹൻ അവൻ മാത്രമാണ്. അത് സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ സന്നദ്ധനാണ്. എൻ്റെ റബ്ബ് അത്ര മഹാനാണ്. പറഞ്ഞാൽ തീരൂല, എഴുതിയാൽ തീരൂല, സ്തുതിച്ചാൽ തീരൂല, ഇഷ്ടപ്പെട്ടാൽ തീരൂല, സ്നേഹിച്ചു മതിയാവൂല. ആ ഒരു മാനസികമായ വികാരം നമ്മുടെ ഉള്ളിൽ നിറച്ച് വെച്ച് നമ്മൾ ഈ ദിക്റുകൾ ഇതിൻ്റെ ആശയത്തോടെ നമ്മൾ ചൊല്ലിയാൽ വലിയ മഹത്വം അതിനുണ്ട് എന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് ഇതൊന്നും മനസ്സിൽ കരുതാതെ നമ്മളതൊരു യാന്ത്രിക ചൊല്ലുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലത്തിലും കമ്മി ഉണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി.